നോമ്പ് ചിന്ത 12-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ BP ജോസഫ് വലിയ വീട്ടിൽ കൃപാസനം. ആ 3 ഘട്ടങ്ങൾ. നമ്മുടെ ആത്മീയ ജീവിതത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് അനുഗ്രഹത്തിൻ്റെ കാലം. എല്ലാ കാലങ്ങളിലും നമ്മൾ അനുഗ്രഹത്തിലൂടെയാണ് ദൈവവുമായി ചേർന്ന് പോകുന്നത്. പക്ഷേ ചിലർ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം അവലംബിക്കുന്ന ആഴം കുറഞ്ഞ ആധ്യാത്മികത പിന്തുടരാറുണ്ട്. കഴിഞ്ഞ 40 വർഷമായി എല്ലാ ദിവസവും മനുഷ്യരുടെ കാര്യങ്ങൾ കേൾക്കുകയും അവരുടെ ആധ്യാത്മിക ജീവിതം വിലയിരുത്തുകയും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ആയിരക്കണക്കിന് ആളുകളെ നിരീക്ഷിച്ചതിൽ നിന്നുള്ള നിഗമനമാണിത്. രണ്ടാമത്തെ നിരീക്ഷണം, ഈ അനുഗ്രഹത്തിൻ്റെ കാലം കഴിയുമ്പോൾ സ്വാഭാവികമായ മനുഷ്യന് അതിൻ്റെ വളർച്ചയിലെ 2-ാം ഘട്ടം വരും. നമുക്കതിനെ അഭിഷേകത്തിൻ്റെ കാലമെന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ഈ അഭിഷേക മേഖലയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് പല കാര്യങ്ങളും അവരെ ബാധിക്കാറില്ല, അഥവാ ബാധിച്ചതായി അവർക്ക് തോന്നാറില്ല. ആത്മാഭിഷേകത്തിൻ്റെ ഒരു പ്രതിഫലനം വചനത്തിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങില്ല എന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം വാക്യം. അതായത് വിഴുങ്ങില്ല എന്നാൽ വിഴുങ്ങിയതായി തോന്നില്ല, പൊള്ളലേൽക്കില്ല എന്നർത്ഥം. കഠോര ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതിൻ്റെ ആവിയും പുകയും ഏൽക്കാതെ ദൈവം ഒരുവനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതും സുവിശേഷ സാക്ഷിയായി അങ്ങനെയുള്ളവർ ജീവിക്കുന്നതും നാം കാണാറില്ലേ? ഏതു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പരിശോധിക്കാനുള്ള കാലം കൂടിയാണ് നോമ്പുകാലം. കേവലം അനുഗ്രഹത്തിൻ്റെ കാലമാണെങ്കിൽ അതൊരു ശൈശവദശയാണ്. വാർദ്ധക്യമെത്തിയാലും ചിലർ ആത്മീയതയിൽ ശിശുവായി ജീവിച്ച് മരിച്ചു പോകുന്നത് കാണാം. എന്നാൽ ആഴമുള്ളതാണ് അഭിഷേകത്തിൻ്റെ കാലം. കർത്താവുമായി ആത്മബന്ധത്തിലൂന്നിയ ആധ്യാത്മിക ജീവിതം. ഈ അഭിഷേക കാലത്തിൻ്റെ അവസാനം വ്യക്തികൾക്ക് ആധ്യാത്മിക അധികാരം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ മറ്റുള്ളവരുടെ വേദനകളിലും സംഘർഷാത്മകമായ ജീവിതത്തിലും അവരെ ആധ്യാത്മികമായി ഉറപ്പിച്ചു നിർത്താൻ ഈ അധികാരം പ്രയോജനപ്പെടുത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് 3-ാമത്തെ കാലമെന്ന് പറയുന്നത് ആധ്യാത്മിക അധികാരത്തിൻ്റെ കാലമാണ്. കർത്താവ് പറഞ്ഞില്ലേ ലൂക്ക 10:19, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പാമ്പും തേളും മറ്റുള്ളവരെ വിഷം കുത്തിവെച്ച് കൊല്ലുന്നവയാണ്. ചില മനുഷ്യരും അങ്ങനെയാണ്. ഓഫീസിലും നാട്ടിലും ഒരുപക്ഷെ വീട്ടിലുമൊക്കെ ഇതുപോലെയുള്ള വ്യക്തികൾ കണ്ടേക്കാം. അവരിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ആധ്യാത്മിക അധികാര തലത്തിലെത്തിയവർ ഇവരെ ഒഴിവാക്കില്ല. മറിച്ച് ആധ്യാത്മിക അധികാരം കൊണ്ട് തന്നെ അവർക്ക് മേൽ ചവിട്ടി നടക്കുന്നത് കാണാം. ആക്രോശിച്ചാലും ചതിച്ചാലും ചതിക്കുഴിയിൽ ചെന്നെത്തിയാലും ഇവർ അവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഈശോയുടെ സ്നേഹത്താൽ അവരെ പരാജയപ്പെടുത്തുന്ന കാഴ്ച. അനുഗ്രഹത്തിൻ്റെ കാലത്ത് മാത്രമാണോ ജീവിക്കുന്നതെന്ന് പരിശോധിക്കുക. അവിടെ നിന്ന് അഭിഷേകത്തിൻ്റെയും ആധ്യാത്മിക അധികാരത്തിൻ്റെയും തലത്തിലേക്ക് വളരാൻ ശ്രമിക്കുക. അതിന് ആനുപാതികമായിരിക്കും കർത്താവും നീയും തമ്മിലുള്ള ആത്മബന്ധം.